ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്നൊന്നും അറിയില്ല. ഒരു സാധാരണ വീട്ടിൽ എങ്ങനെയാണോ ഉണ്ടാവുക അത് അതേപോലെ എൻ്റെ പുറകെ നടന്ന് റനക്കുട്ടി ഷൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഭംഗിയാക്കലോ അങ്ങനെ ഒന്നുമില്ല. എഡിറ്റ് ചെയ്ത് കളയേണ്ട ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലായ്ക ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ എറണാകുളം പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, അതുകൊണ്ട് ക്ഷമിക്കണേ. പിന്നെ നമ്മളിതിൽ ഇന്ന് നോമ്പ് തുറക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 സ്നാക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഇതാണ് കോലം, നമ്മുടെ സ്വിമ്മിംഗ് പൂള്. ഇങ്ങോട്ട് വാ, അടി. കറണ്ട് ബില്ല് വരുമ്പോ അറിയാം. ഈ മാസം എത്ര കറണ്ട് ബില്ലെന്ന് അറിയോ? റനക്കറിയോ? 7000. 7,000 rupees. എവിടെ നിന്ന് കിട്ടും മനസ്സിലൊക്കെ? വേണ്ട ഞാനേ നോക്കി ബിലീസ് ഉണ്ടാക്കുന്നത്. ആ കുട്ടീനെ പുറത്താക്കിട്ട് അടയ്ക്കുന്നു. വേണം പൈസ ഉണ്ടായില്. അയെന്ന് ചളി അടിക്കണില്ലേ? ചളിയൊന്നും ഓർമ്മയില്ല. ഞാൻ ഇപ്പൊ കുളിച്ചിട്ടുള്ളൂ. ചളി അടിച്ചാൽ പിന്നെ കാണാം. എന്താ ചളിയിൽ മുങ്ങ? ഞാൻ പറഞ്ഞ അതൊരു ചളിയാണ്. അതോ താഴെയൊക്കെ ഇടുന്നു. മാമി എപ്പോഴും ഗോതമ്പ് ദോശ. ഒരു ദിവസം ദോശ വെച്ചപ്പോ എന്താ ദോശ ഇട്ടാ പറയും ദോശ വേണ്ട, ദോശ ഇഷ്ടല്ല. എനിക്ക് ദോശ പറഞ്ഞിട്ടില്ല. അപ്പൊ ഗോതമ്പ് ദോശ ഇട്ടപ്പോ അതും ഇഷ്ടല്ല. ചുക്കരിയുണ്ടാ? നീ അടുത്ത് കണ്ണ് വെക്കുമ്പോ ദേ സാധനം ഉണ്ടല്ലോ, അത് കണ്ണിലൊക്കെ കുത്തും. അയനെ അവിടെയൊക്കെ വരപ്പെടും. നീ എന്താ എടുത്ത് അടിക്കുന്നൊക്കെ ഞാൻ വടിയാണെന്ന് വിചാരിച്ചപ്പോ അയാളുടെ അടി കിട്ടിയിട്ടുണ്ടാവും. കത്തിയൊന്നും ഓർമ്മയില്ല. ജസ്റ്റ് മിസ്. അമ്മി ജസ്റ്റ് മിസ്. അതെന്താ? അമ്മിനെ പോലീസ് മൊത്തം എടുത്തൊരു കടി അടിക്കി. നോമ്പാണ് തരാ. നീ അവന് വെറുതെ നോമ്പ് അപ്പൊ ഒന്ന് വായിലിട്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് പച്ചക്ക് തിന്നാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചിക്കൻ പീസ് കാലോ. നമുക്ക് ചിക്കൻ ഉണ്ട്. അത്താഴത്തിന് ഇന്ന് ചിക്കനാണ് കേട്ടോ എടുക്കുന്നത്. അത്താഴത്തിന് തരുള്ളൂ. അപ്പൊ അതിന്നൊരു 2 കഷ്ണം എടുത്തിട്ട് നമ്മുടെ ഷവർമയിലേക്ക് ബൺ ഷവർമയാണ്, ഷവർമയിലേക്ക് ആക്കാൻ നോക്കാണ് കേട്ടോ. എന്താ പറയാ, നമ്മളൊന്നും ഒരു വിലയില്ല നമ്മുടെ മക്കൾക്ക് അല്ലേ? വേണ്ടടാ, അതാണ് കടയിൽ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടാക്കിയ അവിടെ നിങ്ങക്ക് ഉണ്ടാക്കി തരാൻ പാടില്ല. അല്ല, ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. എന്നെ അത്ര ഒരു പുച്ഛിക്കുന്നു. മേടിച്ചാ എനിക്ക് പാടില്ലല്ലോ.
ചുച്ചു ആരാ വന്ന്? ഷെമ്മാനാ? മാമ. ഞാൻ വരണോ? ആ വരണം 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 വരണം. ഇങ്ങനെ തന്നാ പോരെ? ഡ്രസ് ഇട്, ഷോൾ എടുപ്പോ. ഷോൾ ഇടുന്ന്. അപ്പൊ ഞാന് 2-3 കഷ്ണം ചിക്കൻ വന്നിട്ട് ഒന്ന് തീരെ ഇറച്ചിയില്ലാന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് 2-3 കഷ്ണം ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അയാൻ അതിന്നൊരു ദോശ എടുത്തിട്ട് അവന് വാരി കൊടുക്കടാ. നമ്മുടെ മുരേങ്ക നമ്മുടെ സ്പെഷ്യലാണ് കേട്ടോ, എല്ലാറ്റിലും ഉണ്ടാവും, മരമുള്ളതുകൊണ്ട് അന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഹെയ്സൻക്ക് ഇങ്ങനെയാണ് കൊടുക്കുന്നത്, അയാനാണ് കൊടുക്കാൻ പോകുന്നത്. ഇതിന്റെ ഉള്ളിൽ എടുത്ത് കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടം, അത് മുക്കി കൊടുത്താൽ മതി കേട്ടോ. എല്ലാം ഒന്നിച്ച് തന്നെയാണ് കേട്ടോ ഇടുന്നത്, ഒരു ഹാഫ് ബോയിൽ ആയാൽ മതിയല്ലോ നമുക്ക്. മുങ്ങക്കായി വേണം. ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ എന്താ നടക്കണേ? ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മൈദ മാവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ തന്നെ ഇത് കുറുകി വരുന്നുണ്ട്. കുറുകി വരുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിടിക്ക് അറ്റത്തിൽ നിൽക്കണ ഒരാളെ ഏൽപ്പിച്ച് വിടുക, എന്തൊരു കഷ്ടമാണ്. ക്യാമറ പിടിക്കല്ലേ? ചെയറുകൾ മിക്കപ്പോഴും ഞങ്ങൾ താഴെ വീഴ്ത്തിയിടും, എന്താണെന്ന് വെച്ചാൽ ഹെയ്സ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുരുമുളക് പൊടി നോക്കിയിട്ട് ഇട്ടാൽ മതി, നമ്മൾ ഓൾറെഡി വെജിറ്റബിൾസിലും എല്ലാറ്റിലും ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രീം വീണ്ടും ഇവനെ കൊണ്ട് തോറ്റല്ലോ. പോ വീണ്ടും ഒരുപാട് തിക്കാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വെജിറ്റബിൾസും കൂടി ഇടുമ്പോൾ ഈ ഒരു തിക്കിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ക്രീം ഉണ്ടാക്കണോണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, മയണൈസ് വീട്ടിലിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് ഇല്ലാത്തവർക്ക് എന്തായാലും മൈദ ഉണ്ടാവും, പാലുണ്ടാവും. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ മതി. അപ്പൊ മയണൈസിന്റെ അതിനേക്കാളും ടേസ്റ്റ് കിട്ടും കേട്ടോ, ആ ഒരു ക്രീമി ആയിട്ട് കിട്ടുമ്പോൾ. വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ കഷ്ണങ്ങളൊക്കെ മുറിച്ചിടാം. കൈ പൊള്ളണോ? അതോ ഒറ്റക്ക് കയറി വീഴൂലേ? അവൾക്ക് കൈ കഴുകാൻ വേണ്ടിട്ടാണ്. ചോദിച്ചാ പോരേനെ? അമ്മിത്ത് പറഞ്ഞാ പോരെ? ഒറ്റക്ക് കയറി വീണ് തലപ്പൊട്ടി എന്ത് ചെയ്യും? പറയ്. മൂളാനല്ല പറഞ്ഞത്. ചിക്കന് ഫുള്ള് ചിക്കൻ തീറ്റാണല്ലോ. പെൺകുട്ടികൾ ഇങ്ങനെ ഒരുപാട് ചിക്കൻ തിന്നാൻ പാടില്ല. ചിക്കൻ ബ്രെഡ് പിസ്സ ചെയ്യാട്ടോ. അപ്പോൾ പിസ്സക്ക് എന്തായാലും കുറച്ചൊന്ന് പച്ച പോലെയുള്ളതാണ്, അതിനാണ്. അപ്പോൾ കുറച്ച് ക്യാബേജ് തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ അതും കൂടെ മിക്സ് ചെയ്തിട്ട് മേലെ സോസൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. കുറച്ച് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ് ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ നോക്കാം. അപ്പുറത്ത് എന്തോ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ബാത്റൂം ലൈറ്റ് ഓൺ ആക്കിയിട്ട് ബാത്റൂം പോയിട്ട് മൂത്രം എന്നിട്ട് വെള്ളത്തിലും കളിക്കും.
ശരിക്കത്തെ മുഖം. കൊടുക്ക് ഹയനെ പ്ലീസ് കൊടുക്ക്. അവിടെ പോയി നോക്ക്, അവിടെ പോയി നോക്ക്. എന്താ സ്വത്തുമണി, അമ്മ എന്തിനു തന്നതാണ്? കുഞ്ഞുവാവാണ്. ചിക്കൻ ആഡ് ചെയ്യേണ്ടി പറഞ്ഞു. ചീസ് ഇനി നമുക്ക് ചീസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചീസിന്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താ പറയാ, ഒരു കുഞ്ഞുവാവി തന്നല്ല, അന്ന എടുത്തിട്ട് വന്നാണ്. ആണ് അതോ അമ്മ നോക്ക അടിക്കണോ? അതോ ഹയ്യാനെ അടിക്കണവന്റെ മുഖമാണല്ലോ അല്ലേ കാണിക്കുക. കൊടുക്കാന് എന്നാ ചുച്ചാമി അതോ എന്നെ അപ്പൊ മനസ്സിലായി, എന്നെ ഒരു വിലയില്ലാതെ എനിക്ക് മസാ പിടിങ്ങനെ വിലയില്ല, തീരെ വിലയില്ല. സാധനം തരാം, ബാവന്റെ കൊണ്ടാണ് പോറ്റ് നമുക്ക് സാധനം എന്റെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. ഡിസ്റ്റർബ് ആവുള്ള സൗണ്ട് പ്ലീസ്. എന്തടാ വേണത് ചുച്ചുക്ക് ഇത് വേണ വേണ്ട ഈയെ വെച്ചോ പറയും. കൊടുക്ക്, ഇപ്പൊ കൊടുക്ക്. അമ്മി വേറെ വേറെ വാങ്ങിത്തരാം നല്ലത്. അവനക്ക് കൊടുക്ക്. മാനക്കേട് അത് ചെയ്യാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. ഇത് വേണോ? ഇത് വേണോ? ഓ ഇത്ര നേരം ഞങ്ങളിട്ട് വട്ടാക്കി അത് ആ കുട്ടിക്ക് കൊടുക്കാണ്ട്. അവനക്ക് അതൊന്നും വിഷയമല്ല, അവനക്ക് ചെറിയ പാല് കുടിക്കണ കുട്ടികളെക്കാളും ചെറുതാണ്. എന്റെ ബർഗറിന്റെ മുടിയാ. മുടിയാ? അല്ല അതെന്താ അടയാളം വെച്ചാണ്? പിസയാണ്. അവൻ ബർഗറിന് ഉദ്ദേശിച്ച് പറഞ്ഞു. പിസ്സ കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിന്റെ മേലേക്ക് നമുക്ക് കുറച്ച് ചോസ് ഇതിന്റെ ചോസ് നിന്നൊക്കെ അതോട് നോക്കിയിട്ട് വായും കൂടി ശരിയാവും, നാവ് ശരിയാവില്ല. ഇതിന്റെ You're having a really bad luck.
തേറ്റുണ്ടാ കടിക്ക്. വാവ്. വാ അതാരെങ്കിലും തരണടി. അമ്മി തരാട്ടാ. ഞാൻ കൊടുത്താളാ. ഇത് ടേസ്റ്റ് ഉണ്ടാ? പൊന്നുക്ക് വേണോ? എടുത്തോ. ഞാൻ പറഞ്ഞത് ഞാൻ പിൻവാങ്ങുന്നു. എന്താണ്? എല്ലായിടത്തും ഉണ്ടാക്കി നോക്കാൻ പറയും. കുറച്ചും കൂടി എന്ത് മേടിച്ചിട്ട് വാ. എന്തിനാണ്? അതോ പാവം. അത് പൊട്ടും. എന്ത് കൊടുത്തോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ഒരു ലൈക്ക് തരിക. അതേപോലെ തന്നെ ഷെയറും കൂടെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്നവരായിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.